നീണ്ട ഒരാഴ്ചത്തെ ലീവിന് ശേഷം ഞാൻ ദേ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ ഈ ഒരു പഴയ സാരിയാണ് എടുത്തിട്ടുള്ളത്. കണ്ടാൽ അത്ര പഴമ തോന്നില്ലെങ്കിലും പഴയതായിരിക്കും, കാരണം നമുക്കിതൊരു ആൻറ്റി തന്ന സാരിയാണ്. അപ്പം ഇതിൽ നമുക്കിന്നൊരു അടിപൊളി പീറ്റർ പാൻ കോളർ ഫ്രോക്ക് ചെയ്ത് നോക്കാം. പരീക്ഷണമാണ്, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ലൈനിങ് ആയിട്ട് ഞാൻ ദേ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ക്രേപ്പിൻ്റെ മെറ്റീരിയൽ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളെ സാരി വന്നിട്ട് നല്ല പഫ് പോലെ തോന്നി, നല്ല പഫി ടൈപ്പുള്ള സാരിയാണ്. അപ്പോൾ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ ആണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഒതുങ്ങി കിടക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ക്രേപ്പിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. സാധാരണ ആരും കോട്ടന് ക്രേപ്പിൻ്റെ മെറ്റീരിയൽ ഇടൂല, എന്നാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഞാൻ ദേ ഒരു ക്രീം കളറാണ് ലൈനിങ് ആയിട്ട് എടുത്തിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റിച്ച് ചെയ്ത ഫ്രോക്കും വൈറ്റ് കളറായിരുന്നു കേട്ടോ. അപ്പോൾ വൈറ്റ് എനിക്ക് വലിയ ഇഷ്ടമില്ല എന്നല്ല, ഒട്ടും എനിക്ക് ഇഷ്ടമില്ല. അപ്പം നമുക്ക് ആ ഒരു വൈറ്റ് കളറൊന്ന് കുറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്രീം കളറിൽ സെറ്റാക്കിയിട്ടുള്ളത്. 2 ദിവസത്തെ കഷ്ടപ്പാടിനൊടുവിൽ നമ്മളിതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെ, ഇതാണ് നമ്മളെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയണേ. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്, കാണാനൊക്കെ നല്ല രസമായിട്ട് തോന്നി. പക്ഷേ ദേ നമ്മളെ പീറ്റർ പാൻ കോളർ എൻ്റെ കയ്യിലുണ്ട്. ഇതെങ്ങനെയാണ് എവിടെയാണ് വെക്കേണ്ടതെന്ന് പോലും അറിഞ്ഞൂടാ. 2-3 വീഡിയോയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടും എനിക്കത്ര സെറ്റാണില്ല. എന്തായാലും ഫ്ലോപ്പ് ആയിട്ടുണ്ട്, കുഴപ്പമില്ല. നമുക്ക് ഇനി ഇത് അടുത്ത് ചെയ്ത് നോക്കാം. ഫ്രോക്ക് ശരിയാവാത്ത നല്ല വിഷമം എനിക്കുണ്ട് കേട്ടോ, പക്ഷേ കുഴപ്പമില്ല, എന്തായാലും നമുക്ക് വീണ്ടും ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ അത് ഈ ഒരു സാരിയിൽ, നമ്മൾ പഴയ സാരിയിൽ സെറ്റാക്കിയിട്ടുള്ള ഈ ഒരു ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.